എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു CPO പരീക്ഷയ്ക്ക് പോകുന്നതിനും തൊട്ടു മുമ്പ് ഉറപ്പായും പഠിച്ചു പോകേണ്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ പഠിക്കാതെ പോകരുത്. ഉറപ്പായും നിങ്ങൾക്ക് മാർക്ക് നേടിത്തരുന്ന വീഡിയോയായിരിക്കും ഇത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ആർ വൈരമുത്തു. ആർ വൈരമുത്തുവിനാണ് 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചത് എന്ന്? ഉത്തരം 2026 ജനുവരി 7. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ, പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് ശ്രീ മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹം അന്തരിച്ചത് 2026 ജനുവരി 7. അടുത്ത ചോദ്യം, 2026 35ാമത് സരസ്വതി സമ്മാനത്തിന് അർഹനായ ബംഗാളി എഴുത്തുകാരൻ? ഉത്തരം രാംകുമാർ മുഖോപാധ്യായ. 2026 35ാമത് സരസ്വതി സമ്മാനത്തിന് അർഹനായ ബംഗാളി എഴുത്തുകാരനാണ് രാംകുമാർ മുഖോപാധ്യായ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ വർഷവും പഠിക്കണം, അതിൻ്റെ എത്രാമത് പുരസ്കാരമാണെന്നതും ശ്രദ്ധിക്കണം. കാരണം ചില സമയത്തെങ്കിലും ഇതിനു മുമ്പത്തെ വർഷങ്ങളിലെ ചോദ്യങ്ങളും കടന്നു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം പഠിക്കാൻ. അപ്പോൾ ഇവിടെ സരസ്വതി സമ്മാനം 2026 35ാമത് സരസ്വതി സമ്മാനമാണ് രാംകുമാർ മുഖോപാധ്യായക്ക് ലഭിച്ചത്. അടുത്ത ചോദ്യം, ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഡൊണാൾഡ് ട്രംപ്. ഫിഫ ഏർപ്പെടുത്തിയ ആദ്യത്തെ സമാധാന പുരസ്കാരം ലഭിച്ചത് ഡൊണാൾഡ് ട്രംപ്. അടുത്ത ചോദ്യം, ഒരു മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരം? ഉത്തരം വാരണാസി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരമാണ് വാരണാസി. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പൽ? ഉത്തരം സമുദ്ര പ്രതാപ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചതാണെന്ന് ശ്രദ്ധിക്കണം. ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലാണ് സമുദ്ര പ്രതാപ്. അടുത്ത ചോദ്യം, രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ? ഉത്തരം കോട്ടയ്ക്കൽ. മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ നഗരസഭയാണ് രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന നഗരസഭ. അർബുദം ഇപ്പോൾ വളരെ വ്യാപകമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭയായി മാറിയിരിക്കുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലാണ്. അടുത്ത ചോദ്യം, ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്? ഉത്തരം പുല്ലമ്പാറ. പുല്ലമ്പാറ പഞ്ചായത്താണ് ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്തായി മാറിയത്. അടുത്ത ചോദ്യം, കർണാടക സംസ്ഥാനത്തിന്റെ ഈ പുതിയ മുഖ്യമന്ത്രി? നമുക്കറിയാം, ഇപ്പോൾ കർണാടക സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. DK ശിവകുമാറാണ് കർണാടക സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്നത്. പുതുതായി വന്ന മുഖ്യമന്ത്രിമാരും പുതുതായി വന്ന നിയമനങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം. ഇനി വരുന്ന പരീക്ഷകളിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ കർണാടക സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് DK ശിവകുമാർ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 3ാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയി നിയമിതനായത്? ഇതും പുതുതായി നടന്ന ഒരു നിയമനമാണ്, വളരെയധികം ശ്രദ്ധിക്കണം. ഇന്ത്യയുടെ 3ാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ NS രാജസുബ്രഹ്മണി. ജനറൽ NS രാജസുബ്രഹ്മണിയാണ് ഇന്ത്യയുടെ 3ാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിയമിതനായിരിക്കുന്നത്. അടുത്ത ചോദ്യം, പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 വേദി? ഉത്തരം ഛത്തീസ്ഗഡ്. ഇത് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. അതിന്റെ വേദിയായത് ഛത്തീസ്ഗഡ് ആണ്. അടുത്ത ചോദ്യം, പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 ഭാഗ്യ ചിഹ്നം?
മൊർവീർ എന്നതാണ് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ്. ഛത്തീസ്ഗഡിൽ നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മൊർവീർ. അടുത്ത ചോദ്യം, 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് ജേതാക്കളായത്. ഉത്തരം കർണാടക. അപ്പോൾ 3 ചോദ്യങ്ങളാണ് അതിൽ നിന്നും ശ്രദ്ധിക്കേണ്ടത്. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 എവിടെയാണ് നടന്നത്? അത് ഛത്തീസ്ഗഡിലാണ്. അതിന്റെ ഭാഗ്യചിഹ്നം മൊർവീർ. അതിൽ ജേതാക്കളായത് കർണാടക. ഈ 3 കാര്യങ്ങളും ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം, 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി. കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടിയാണ് 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. അടുത്ത ചോദ്യം, ഈ 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കളായത് ആരാണെന്നാണ്. ഉത്തരം വീയപുരം ചുണ്ടൻ. വീയപുരം ചുണ്ടനാണ് 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ. അതിന്റെ ഭാഗ്യചിഹ്നമായിരുന്നത് വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി. ഓർത്തോർത്ത് പഠിക്കുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പഠിക്കുക. അടുത്ത ചോദ്യം, 2026 ICC പുരുഷ 2020 ലോകകപ്പിന് വേദിയായത്. ഉത്തരം ഇന്ത്യ ശ്രീലങ്ക. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായാണ് 2026 ICC പുരുഷ 2020 ലോകകപ്പ് നടന്നത്. ഇനി ആ ലോകകപ്പിലെ ജേതാക്കൾ 2026 പുരുഷ 2020 ലോകകപ്പ് ജേതാക്കളായത് ആതിഥേയ രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം, നമ്മുടെ ഒരു ജേതാക്കളായത് നമ്മളാണ്. അതുകൊണ്ട് തന്നെ അതൊരു ചോദ്യമായി വരാനുള്ള ചാൻസ് കൂടുതലാണ്. 2026 പുരുഷ 2020 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. ഇന്ത്യ ICC പുരുഷ 2020 ലോകകപ്പ് സ്വന്തമാക്കിയ വർഷങ്ങൾ ഏതെല്ലാം? അതായത് ഇന്ത്യ 3 തവണ പുരുഷ 2020 ലോകകപ്പ് ജേതാക്കളായിട്ടുണ്ട്. 2007, 2024, 2026. അങ്ങനെ 3 വർഷങ്ങളിൽ ഇന്ത്യ പുരുഷ 2020 ലോകകപ്പ് ജേതാക്കളായിട്ടുണ്ട്. 2007 ഇത് തുടങ്ങിയ ആദ്യ വർഷത്തെ ജേതാക്കൾ ഇന്ത്യ ആയിരുന്നു. ഇപ്പോൾ അവസാന വർഷവും ഇന്ത്യ ജേതാക്കളായി മാറിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം, 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെ? ഉത്തരം ഷിമോൺ സ്കാഗുച്ചി, മേരി ഇ ബ്രാൻകോ, ഫ്രെഡ് റാസ്റ്റൽ. ഇത് നോബൽ സമ്മാന ജേതാക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഉറപ്പായും അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് 100% കൂടുതലാണ്. നമ്മൾ നോബൽ സമ്മാനത്തെക്കുറിച്ച് ഒരു വിശദമായ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അത് നോക്കി പഠിക്കാൻ ശ്രമിക്കണം. കാരണം അതിൽ നിന്നും തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ വരാനുള്ള ഒരു ചാൻസാണ്. അതിൻ്റെ മോക്ക് ടെസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെ? ഷിമോൺ സ്കാഗുച്ചി, മേരി ഇ ബ്രാൻകോ, ഫ്രെഡ് റാസ്റ്റൽ. അടുത്തത് 2025 ഭൗതിക ശാസ്ത്ര നോബൽ നേടിയത് ആരൊക്കെയെന്നാണ്. അതും 3 പേരുണ്ട്. ജോൺ ക്ലാർക്ക്, മൈക്കിൾ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനസ്. ഈ 3 പേരാണ് ഭൗതിക ശാസ്ത്ര നോബൽ 2025 നേടിയത്. അടുത്ത ചോദ്യം, റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. ഉത്തരം ദ്രൗപദി മുർമു. ഇപ്പോഴത്തെ നിലവിലെ ഇന്ത്യൻ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവാണ് റാഫേൽ യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ. ഉത്തരം അശോക് കുമാർ ലാഹിരി. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാനാണ് അശോക് കുമാർ ലാഹിരി. ഈ പുതിയ നിയമനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് പഠിക്കണം. നമ്മൾ നിയമനങ്ങളുടെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. എങ്കിലും അതിലെ ചില നിയമനങ്ങൾ പുതുതായി മാറിയിട്ടുണ്ട്. എന്നാലും ആ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ആ വീഡിയോ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം,
കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ഉത്തരം കെ സോമപ്രസാദ്. അതും പുതിയൊരു നിയമനമാണ്. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ ചെയർമാനായി കെ സോമപ്രസാദ്. അടുത്ത ചോദ്യം, 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 19ാമത് പതിപ്പിൽ വിജയികളായത്. ഉത്തരം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമാണ് 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വിജയികളായത്. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇത് തീർച്ചയായും നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് പഠിച്ചിരിക്കണം. ഉറപ്പായിട്ടും പഠിച്ചു പോകേണ്ട ചോദ്യങ്ങൾ ഇതിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉറപ്പായും വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി പഠിക്കാനായി ശ്രമിക്കുക. കൂടുതൽ കറണ്ട് അഫയേഴ്സ് വീഡിയോകളും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് എല്ലാവരും ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ.